IPL-ൽ 1000 റൺസും 100 വിക്കറ്റുകളും 100 ക്യാച്ചുകളും നേടുന്ന ആദ്യ താരം ആരെന്ന ചോദ്യത്തിന് ഇനി ഒരു ഉത്തരമേയുള്ളൂ. ഇടം കൈകൊണ്ട് ബാറ്റിംഗും അതിവേഗത്തിൽ ബൗളും എറിയുന്ന ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. 2 ക്യാച്ച് എടുത്ത് 3 പേരെ പുറത്താക്കിക്കൊണ്ട് 100 നേട്ടം ജഡേജ സ്വന്തം പേരിലാക്കി. സുനിൽ നരേൻ, അംഗ്രീഷ് രഘുവംശി, വെങ്കിടേഷ് അയ്യർ എന്നിവരുടെ വിക്കറ്റുകൾ വീഴ്ത്തി. ഫീൽഡ് സോൾട്ട്, ശ്രേയസ് അയ്യർ എന്നിവരെ ക്യാച്ചിലൂടെയും പുറത്താക്കി. 4 ഓവറിൽ 18 റൺസ് മാത്രമാണ് ജഡേജ വഴങ്ങിയത്. ഇതിനു മുൻപ് IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുന്ന 3ാമത്തെ താരം എന്ന നേട്ടം ജഡേജ സ്വന്തമാക്കിയിരുന്നു. IPL-ൽ 130 മത്സരങ്ങളാണ് ജഡേജ വിജയിച്ചത്. ഇതോടെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്താനും ജഡേജയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷം IPL-ൽ 2000 റൺസും T20 ക്രിക്കറ്റിൽ 200 വിക്കറ്റും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ജഡേജയ്ക്കായിരുന്നു. അന്ന് ജഡേജ പിഴുതു വീഴ്ത്തിയത് രാജസ്ഥാൻ റോയൽസിനായി 200 വിക്കറ്റിനായി കാത്തിരുന്ന സഞ്ജു സാംസനെ. അന്ന് ജഡേജ തകർപ്പൻ പന്തിൽ സഞ്ജുവിനെ നിസ്സഹായനാക്കി. T20-ൽ 200 വിക്കറ്റ് എടുക്കുന്ന 9ാം ഇന്ത്യൻ ബൗളർ കൂടിയാണ് ജഡേജ. IPL-ൽ നിന്ന് മാത്രമായി താരം 138 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. IPL-ൽ നിലവിൽ 213 മത്സരങ്ങളിൽ നിന്ന് ജഡേജ 2506 റൺസ് നേടിയിരുന്നു. 2012-ലെ IPL താരലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് $2 മില്യൺ ജഡേജയെ സ്വന്തമാക്കിയത്. അതേ വർഷം തന്നെ ജഡേജ ചരിത്രത്തിലെ 8ാമത്തെ കളിക്കാരനായി. തന്റെ കരിയറിൽ 3 ഫസ്റ്റ് ക്ലാസ് ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ കളിക്കാരനായി. മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയെ നിശ്ചിത 20 ഓവറിൽ 137 റൺസിൽ ഒതുക്കാൻ ചെന്നൈക്കായി. ജഡേജയും തുഷാർ ദേശ്പാണ്ഡെയും 3 വിക്കറ്റ് നേടി. മുസ്താഫിസുർ റഹ്മാൻ 2 വിക്കറ്റുകളും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈ 14 പന്തുകളും 7 വിക്കറ്റും ശേഷിക്കെ 141 റൺസ് എടുത്ത് വിജയിച്ചു. 58 പന്തിൽ പുറത്താകാതെ 67 റൺസ് നേടിയ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. ചരിത്ര റെക്കോർഡുകളുടെ രാജകുമാരൻ, അതാണ് രവീന്ദ്ര ജഡേജ. ആർക്കും നേടാൻ കഴിയാത്തത്, ആദ്യ നേട്ടം സ്വന്തമാക്കുന്നത്. അങ്ങനെ ചരിത്രത്തിലെ ഏടുകളിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട പേര് അത് ജഡേജയുടെ പേരാണ്.